ഇന്ന് നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ തമ്പി അവറുകൾ വളരെ ദീർഘവർഷങ്ങളായി ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി പ്രവർത്തിച്ചുകൊണ്ട് തൃശ്ശൂരിൽ താമസിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ശക്തിയോടെ ചെയ്യുന്ന ദൈവദാസനാണ്. വളരെ വർഷങ്ങളായിരിക്കും സ്നേഹവും പരിചയവും അടുപ്പമുള്ള ഒരു ആദരണീയനായ കർത്തൃദാസനാണ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുവാൻ പോകുന്നു. പ്രത്യേകിച്ച് പ്രവചന വിഷയങ്ങൾ ആസ്പദമാക്കി വളരെ നന്നായിട്ട് ദൈവനാധികാരമായി പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുള്ള പ്രത്യേകമായ കൃപ ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സഭയിലും മുൻപ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹം കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്ന് പകലും ഇന്ന് രാത്രിയിലും നാളെ പകലും നാളെ രാത്രിയിലും കർത്തൃദാസനെയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുവാനിടയായിത്തീർന്നു. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം ആധാരമാക്കി കർത്താവിൻ്റെ ദാസൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്തൃദാസനെ കൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കിയിരിക്കുന്ന ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒന്നാമത്തേതിൽ നീ കണ്ടത് യേശുക്രിസ്തുവിനെ തേജോമയനായി കാണുകയാണ് യോഹന്നാൻ. 2-3 അധ്യായങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ സഭാകാലയളവിനെ കാണിക്കുന്നു എന്ന് ഞാൻ പകല് ഓർപ്പിക്കുകയുണ്ടായി. അവിടെ യോഹന്നാൻ യേശുവിനെ കാണുന്ന സഭയുടെ തലവനായിട്ടാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, ക്രിസ്തു സഭയുടെ ശിരസാണ്. ആമേൻ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന് 12-13 വാക്യങ്ങൾ വായിച്ചാൽ ആ ശിരസായ ക്രിസ്തുവിനെയും ശരീരമായ സഭയെയും ചേർത്ത് ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. വ്യക്തിയായ ക്രിസ്തുവുണ്ട്, മർമ്മമായ ക്രിസ്തുവുണ്ട്. വ്യക്തിയായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ബേത്ലഹേമിൽ അവതരിച്ച് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. മർമ്മമായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ശിരസായ ക്രിസ്തുവും ശരീരമായ സഭയും ചേർന്ന ആ ക്രിസ്തുവിനാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളാക്കി ദൈവം നമ്മെ ഓരോരുത്തരെ തീർത്തതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സന്തോഷമുള്ളവർ കൈകൾ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ശുശ്രൂഷയ്ക്കെതിരെ ഉയർന്നു പോകുന്ന അന്ധകാരത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചത് രാത്രി വിടുതലെടുക്കുകയാണ്. അട്ടുര ലഗജഗടക ദീപാരപാല ചൂതര ഹന്തര അക്ഷക്കര മാജുട മാലക സന്തോഷ് 4 മുതലുള്ള അധ്യായങ്ങളാണ് ഇനിമേൽ സംഭവിക്കാനുള്ളത്. അവിടെ യേശുക്രിസ്തുവിനെ നാം കാണുന്നത് ജയിക്കുന്നവനായിട്ടാണ്. അവൻ പാപത്തെ ജയിച്ചവനാണ്, അവൻ ജഡത്തെ ജയിച്ചവനാണ്, അവൻ ലോകത്തെ ജയിച്ചവനാണ്, അവൻ മരണത്തെ ജയിച്ചവനാണ്, അവൻ സാത്താനെ ജയിച്ചവനാണ്. ആമേൻ. ജയാളിയായ യേശു നമ്മുടെ മുൻപാകെ നടകൊള്ളുന്നതിനാൽ അവനെ അനുഗമിക്കുന്ന നമുക്ക് ജയമുണ്ട്, നമുക്ക് തോൽവിയല്ല. 2011 മാസങ്ങൾ നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ 12ാം മാസവും നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. 2012 നമുക്ക് ദൈവം തന്നാൽ 2011 ഫലകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി രാത്രി സമർപ്പിക്കാം. 2-ാം അധ്യായത്തിൽ 7 സഭാദൂതുകളാണ്. 1 എഫെസോസ്, 2 സ്മുർന, 3 പെർഗമോസ്, 4 തുയതൈര, 5 സർദീസ്, 6 ഫിലദൽഫിയ, 7 ലവോദിക്കിയ. 1-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിലുണ്ട് യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ആസിയ എന്ന് പറഞ്ഞാൽ ഏഷ്യ വൻകരയല്ല. ആസിയ എന്ന് പറഞ്ഞാൽ ഇന്ന് തുർക്കി എന്നറിയപ്പെടുന്ന ഏഷ്യ മൈനർ അല്ല. പിന്നെയോ ഇന്ന് തുർക്കി എന്നറിയപ്പെടുന്ന ഏഷ്യ മൈനർ യോഹന്നാന്റെ കാലത്ത് പല റോമൻ സംസ്ഥാനങ്ങളാക്കി തിരിച്ചിരുന്നു. പടിഞ്ഞാറേ ഭാഗത്ത് 5 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ ആ പടിഞ്ഞാറേ ഭാഗത്തുള്ള 5 സംസ്ഥാനങ്ങൾക്കാണ് ലേഖനം എഴുതുന്നത്. തൻ്റെ 2 ലേഖനങ്ങളും ഈ 5 സംസ്ഥാനങ്ങളിലുള്ള അനേക ദൈവമക്കൾക്ക് എഴുതിയ പൊതുലേഖനങ്ങളാണ്. ആ 1-ാം ലേഖനത്തിന്റെ ആരംഭ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് 5 സംസ്ഥാനങ്ങളുടെ പേര്. പൊന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസിയ, ബിദുന്യ. അവിടെ പറയുന്ന ആസിയാണ്. വെളിപ്പാട് 1:4 കാണുന്ന ആസിയ. ആസിയ എന്ന് പറയുന്നത് ഏറ്റവും പടിഞ്ഞാറേറ്റത്തുള്ള ഒരു സ്റ്റേറ്റാണ്. ആമേൻ. ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ആസിയയിൽ 7 സഭകളെല്ലാം ഉണ്ടായിരുന്നത്.
അതുകൂടാതെ സഭകൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോസ്തോലിക കാലത്ത് ആയിരക്കണക്കായ പ്രാദേശിക സഭകൾ ഉണ്ടായിരുന്നു. അതിലൊരു ഭാഗം സഭകൾ ഇന്ന് തുർക്കി എന്നറിയപ്പെടുന്ന ഏഷ്യ മൈനറിലായിരുന്നു. അതിലൊരു ഭാഗം സഭകൾ അതിന് ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ളതായ ആസ്യ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരുന്നു. അവിടെയുള്ള 7 സഭകളെ കുറിച്ച് 1:11 നാം കാണുന്നല്ലോ. മാത്രമല്ല വേറെ സഭകളുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20 പ്രാരംഭ ഭാഗത്ത് ത്രോവാസിൽ അപ്പം നുറുക്കുവാൻ പൗലോസും കൂട്ടുവേലക്കാരും കൂടി വന്നു എന്ന് നാം വായിക്കുന്നു. ത്രോവാസ് ആസിയിൽപ്പെട്ടതാണ്. ത്രോവാസ് സഭ വേറെയൊരു സഭയാണ്. കൊലോസി ലേഖനം ആരംഭ ഭാഗത്ത് വായിക്കുമ്പോൾ കൊലോസിയിൽ സഭയുണ്ടായിരുന്നു, അത് ആസിയിൽപ്പെട്ടതാണ്. കൊലോസിയ ലേഖനം 4:13 വായിക്കുമ്പോൾ അവിടെ ഹിയരപ്പൊലിയിൽ ഒരു സഭയുള്ളതായിട്ട് കാണാം, അതും ആസിയിൽപ്പെട്ടതാണ്. അവിടെ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നുംഫയുടെ വീട്ടിൽ സഭ കൂടിയതായി വായിക്കുന്നുണ്ട്. നുംഫയുടെ വീടും ആസിയിലായിരുന്നു. അങ്ങനെ അതും സഭയാണ്. അങ്ങനെ ബൈബിളിൽ പേര് പറയപ്പെട്ട 11 സഭകൾ ആസിയിലുള്ളതായി നമുക്ക് കാണാം. ബൈബിളിൽ പേര് പറയാത്ത സഭകളും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ അതിൽ 7 എണ്ണത്തെ മാത്രം തിരഞ്ഞെടുത്ത് അവയ്ക്ക് ദൂത് കൊടുക്കുവാൻ കാരണം ഈ 7 സഭാദൂതുകൾ ആ 7 സഭകൾക്ക് മാത്രം ബാധകമായതല്ല, 7 ദൈവിക സമ്പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യയാണ്. ഒരിക്കലും ഒരു ശിഷ്യൻ യേശുവിനോട് ചോദിച്ചു, സഹോദരനോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടമാണ് ക്ഷമിക്കേണ്ടത്? 7 വട്ടം മതിയോ? യേശു പറഞ്ഞു 7 വട്ടമല്ല, 7 70 വട്ടം, 7 49 490 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. 490 പ്രാവശ്യം ക്ഷമിച്ച് 491 തെറ്റിയത് ക്ഷമിക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. ബൈബിൾ പഠനത്തിൽ സംഖ്യാശാസ്ത്രത്തിൽ 490 ക്ഷമയുടെ പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യയാണ്. അതുകൊണ്ട് എത്ര തെറ്റുകൾ നമ്മോട് ചെയ്തിട്ട് നമ്മോട് ക്ഷമ ചോദിച്ചാലും നാം ക്ഷമിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. 7 ദൈവിക പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യയാകിയാൽ അത് 8-ാമത്തെ സഭയ്ക്ക് ബാധകമാണെന്നല്ല. കാരണം ദൈവസഭ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ട് കൊണ്ട് അവസാനിക്കുന്നതല്ല. ബൈബിളിൽ പേര് പറയപ്പെട്ട സഭകളെല്ലാം ഇതാ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. അന്നുള്ള വിശ്വാസികൾ മരിച്ച് അവരുടെ ആത്മാക്കൾ പ്രതീക്ഷയിൽ വിശ്രമിക്കുകയാണ്. ഇന്ന് ഈ ആസിയ, അതുപോലെ ഏഷ്യ മൈനർ, തുർക്കി മുസ്ലിം ഭരണകൂടത്തിന് കീഴിൽ കിടക്കുകയാണ്. ഈ ഭാവിയെ നല്ലവണ്ണം അറിയുന്ന കർത്താവാണ് ദൂത് കൊടുക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവ് വരെ പുതിയ നിയമസഭ ലോകത്തിലുണ്ടായിരിക്കും. തിരുവനന്തപുരം സഭ, തൃശ്ശൂർ സഭ, അങ്ങനെ അമേരിക്കയിൽ സഭ, കുവൈറ്റിൽ സഭ, ലോകത്തിലെ എത്രയോ സഭകളാണ്. ആ സഭകൾക്കെല്ലാം ഈ ദൂതുകൾ ബാധകമാണ്. എല്ലാ സഭകളുടെയും പേരെഴുതുവാൻ ബൈബിളിൽ നിവർത്തിയില്ല. അതുകൊണ്ട് 7 സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ഓർത്തോളം ആ 7 സഭയ്ക്കുള്ള ദൂത് പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവ് മേഘത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർക്കുന്നത് വരെയുള്ള കൃപായുഗത്തിലെ സഭായുഗത്തിലെ എല്ലാ സഭകൾക്കും ഒരുപോലെ ബാധകമാണ്. ഓരോ സഭാദൂതും പഠിക്കുമ്പോൾ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് 2:1 കാണുന്നു. അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് സഭയോടെന്നല്ല, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് സഭയെക്കുറിച്ച് സംബോധന ചെയ്തിട്ട് സഭകളെന്ന് പറഞ്ഞാണ് ദൂത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദൂതും മറ്റ് സഭകൾക്ക് ബാധകമാണെന്ന് ആ ഭാഗത്ത് തന്നെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് ചെവിയുള്ള എല്ലാവർക്കും ഈ ദൂത് ബാധകമാണ്. നമുക്കും ചെവിയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കും ബാധകമാണ്. പൊയ്യയിൽ യോഹന്നാൻ പറഞ്ഞു, ആ കൊരിന്ത്യർക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതി, കോഴഞ്ചേരിക്കാർക്ക് ലേഖനം ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കോഴഞ്ചേരിക്കാർക്ക് ലേഖനം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കൊരിന്ത്യ ലേഖനം കോഴഞ്ചേരിക്കാർക്കും ബാധകമാണ്. 21 ലേഖനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ. അതുകൂടാതെ ഒരു 7 ലേഖനം കൂടെ പ്രാവചനികമായി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ സഭയിൽ ഭൂമിയിൽ രൂപം കൊണ്ട കർത്താവിന്റെ വരവിങ്കൽ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന ദൈവസഭയുടെ ചരിത്രം മുഴുവൻ ഈ 7 സഭാദൂതില് പ്രാവചനികമായി രേഖപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത്ര സംക്ഷിപ്തമായിട്ട് പ്രാവചനികമായി രേഖപ്പെടുത്തി നമ്മുടെ കൈകളിൽ സഭാചരിത്രം ദൈവം തന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 7 ഏഴുകൾ കാണാം. 7 നിലവിളക്കുകൾ. ആ 7 നിലവിളക്കുകൾ 7 സഭകളെ കാണിക്കുന്നു എന്ന് 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തുണ്ട്. 7 സഭകൾ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 മൂർത്തികൾ, 7 ക്രോധകലശങ്ങൾ, 7 ന്യായവിധികൾ, തീർപ്പുകൾ, 7 നൂതനങ്ങൾ. ഈ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം 7 സഭകൾ. 1 എഫെസോസ്, 2 സ്മുർന, 3 പെർഗമോസ്, 4 തുയത്തൈര, 5 സർദീസ്, 6 ഫിലദൽഫിയ, 7 ലവോദിക്ക. 7 സഭകൾ. അടുത്തത് 7 മുദ്രകൾ. 1-ാം മുദ്ര വെളുത്ത കുതിര, 2-ാം മുദ്ര ചുവന്ന കുതിര, 3-ാം മുദ്ര കറുത്ത കുതിര, 4-ാം മുദ്ര മഞ്ഞക്കുതിര, 5-ാമത്തെ മുദ്ര രക്തസാക്ഷികളായ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിൽ, 6-ാമത്തെ മുദ്ര പ്രകൃതിക്ഷോഭങ്ങൾ, 7-ാമത്തെ മുദ്രയാൽ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ മൗനതയുണ്ടാകുന്നു. അടുത്തത് 7 കാഹളങ്ങൾ. 1-ാം കാഹളം രക്തം തീ കൽമഴ, 2-ാം കാഹളം തീ കത്തുന്ന വന്മല, 3-ാം കാഹളം കാഞ്ഞിര നക്ഷത്രം, 4-ാം കാഹളം സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്കുണ്ടായ ആഘാതം, 5-ാം കാഹളം വെട്ടിക്കിളിയാലുള്ള ബാധ,
ആറാം കാഹളം കുതിരപ്പടയാളിയുടെ ബാധ, ഏഴാം കാഹളം 3 കാര്യങ്ങൾക്ക് വേണ്ടി ഊതുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിലുണ്ട്. ഏഴാം കാഹളം ഊതുന്നു 3 കാര്യങ്ങൾക്ക് വേണ്ടി. എന്തിനു വേണ്ടി? 1, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനാണെന്ന് ഘോഷിക്കുവാൻ, ഭക്തന്മാരുടെ പ്രതിഫലകാലം ഘോഷിക്കുവാൻ, മരിച്ചവരുടെ ന്യായവിധിയുടെ കാലം ഘോഷിക്കുവാൻ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി മഹാപീഡനകാല മധ്യത്തിൽ സ്വർഗത്തിൽ ഒരു ദൂതനൂതുന്ന കാഹളമാണ് ഏഴാം കാഹളം. അടുത്തത് 7 മൂർത്തികൾ 12-13 അധ്യായങ്ങളുണ്ട്. 1-ാം മൂർത്തി സൂര്യധാരിണിയായ സ്ത്രീ, 2-ാം മൂർത്തി ചുവന്ന മഹാസർപ്പം, 3-ാം മൂർത്തി പുരുഷപ്രജ, 4-ാം മൂർത്തി പ്രധാന ദൂതനായ മീഖായേൽ, 5-ാം മൂർത്തി യഹൂദന്മാരിൽ നിന്നുള്ള ശേഷിപ്പ്, 6-ാം മൂർത്തി കടലിൽ നിന്ന് കയറിയിടുന്ന മൃഗം അഥവാ ആന്റി ക്രൈസ്റ്റ്, 7-ാം മൂർത്തി കരയിൽ നിന്ന് കയറിയിടുന്ന മൃഗം അഥവാ കള്ളപ്രവാചകൻ. അടുത്തത് 7 ക്രോധകലശങ്ങൾ. 16-ാം അധ്യായത്തിൽ 7 ക്രോധകലശങ്ങൾ. 1-ാം ക്രോധകലശം വല്ലാത്ത ദുർവ്രണം, 2-ാം ക്രോധകലശം കടലിൽ രക്തം, 3-ാം ക്രോധകലശം നദികളിൽ രക്തം, 4-ാം ക്രോധകലശം അത്യുഷ്ണം, 5-ാം ക്രോധകലശം കൂരിരുട്ട്, 6-ാം ക്രോധകലശത്തിൽ യൂഫ്രട്ടീസ് നദി വറ്റുന്നു, 7-ാം ക്രോധകലശത്തിൽ ലോകത്തിലുണ്ടായിട്ടുള്ളതിലേക്കും ഏറ്റവും ഭയാനകമായ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. അന്ന് പലസ്തീൻ നാടിന് ഒരു പുതിയ ഭൂപടം നിർമ്മിക്കേണ്ടതായി വരും. അന്ന് ചാവുകടലിലെ വെള്ളം ചെങ്കടലിലേക്ക് ഒഴുകും. യെരുശലേം നഗരത്തെ ആ ഭൂകമ്പം 3ആയി പിരിക്കുമെന്നാണ് പ്രവചനം. അന്ന് ജാതികളുടെ പട്ടണങ്ങൾ 10 സംയുക്ത ജാതികൾ അഥവാ അന്തിക്രിസ്തുവിന്റെ സാമ്രാജ്യം, ആ ജാതികളുടെ പട്ടണങ്ങൾ നശിക്കുന്നു. ബാബിലോൺ നശിക്കുന്നു. പ്രാചീന ബാബിലോൺ ഇപ്പോൾ അതിന്റെ പൂർവ്വമഹത്വത്തിൽ നിലവിലില്ല. എന്നാൽ ബാബിലോൺ പണിയപ്പെടും. കർത്താവായ യേശുക്രിസ്തു വന്ന് സഭയെ ചേർത്ത ശേഷം ലോകത്തിലെ ഏകലോക വാണിജ്യ കേന്ദ്രമായിരിക്കും ഇനി പണിയപ്പെടുവാൻ പോകുന്ന ബാബിലോൺ. ആ നഗരം 7 വർഷം ലോകത്തിലുണ്ടായിരിക്കും. എല്ലാ ചരക്കുകളും അവിടെ ഉണ്ട്. വെളിപ്പാട് 18-ൽ അവിടുത്തെ വ്യാപാര വസ്തുക്കളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആനക്കൊമ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ കേരളവും ഇന്ത്യയും ഒക്കെ ബാബിലോണുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും പറയുന്നത് മനുഷ്യദേഹം മനുഷ്യപ്രാണൻ ചരക്കായിട്ട് മാറുന്ന കാലം, ഏറ്റവും അതപ്പതിച്ച കാലം. ഇന്ന് തന്നെ ലോകം അതപ്പതിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഭ ഇവിടെ ഉള്ളതുകൊണ്ട് പ്രവചനങ്ങൾ നിറവേറുവാൻ ഇങ്ങനെ ആഞ്ഞിത്തൂങ്ങി നിൽക്കുകയാണ്. കാഹളം കേട്ടാൽ സഭ ഇവിടുന്ന് പോയാൽ ദൈവം ഇവിടെ വെടിവെട്ടിക്കാൻ പോവുകയാണ്. ആമേൻ, ആമേൻ. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം, ആമേൻ, സർവഭൂവാസികളെയും ബാധിക്കുന്ന വലിയ കഷ്ടം, യാക്കോബിന്റെ കഷ്ടകാലം. ഈ ഭൂമിയെ ദൈവം കീഴ്മേൽ മറിക്കാൻ പോകുകയാണ്. ഇന്നെന്താ മറിക്കാതെന്ന് ചോദിച്ചാൽ ലോകം നന്നായിട്ടല്ല, പ്രാർത്ഥനക്കാരായ നമ്മൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്.